പാകിസ്ഥാന്റെ ആത്മസുഹൃത്തും എക്കാലത്തും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന തുർക്കിക്ക് ലോകത്തെ ഏറ്റവും മാരകമായിട്ടുള്ള പോർ വിമാനങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു. ഇന്ത്യയുടെ ഉറ്റമിത്രമായിട്ടുള്ള ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ അപകടകരമായിട്ടുള്ള നീക്കം. തുർക്കിക്ക് അത്യാധുനിക F-35 ലൈറ്റ്നിംഗ് വിമാനങ്ങൾ വിൽക്കുന്നത് വാഷിംഗ്ടൺ സജീവമായി പരിഗണിക്കുകയാണെന്ന് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് വ്യക്തമാക്കിയത്. നാറ്റോ ഉച്ചകോടിക്കിടയിൽ അങ്കാറയിലെ, അതായത് തുർക്കി തലസ്ഥാനമായിട്ടുള്ള അങ്കാറയിലെ ബെസ്റ്റബെ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം. ലോകത്ത് മറ്റാരെക്കാളും വലിയ വിശ്വസ്തരാണ് തുർക്കി എന്നാണ് എർദോഗാനെ സാക്ഷി നിർത്തി ട്രംപ് വിശേഷിപ്പിച്ചത്. ഭീകരവാദത്തെ പാലൂട്ടുന്ന പാകിസ്ഥാന്റെ കൂട്ടുകാർക്ക് ട്രംപ് നൽകുന്ന ഈ വിശ്വസ സർട്ടിഫിക്കറ്റ് കേട്ട് നെറ്റിച്ചൊളിക്കുന്നത് ഇസ്രായേൽ മാത്രമല്ല, ഇന്ത്യ കൂടിയാണ്. 2019 റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിന്റെ പേരിലാണ് തുർക്കിയെ അമേരിക്ക F-35 പ്രോഗ്രാമിൽ നിന്നും പുറത്താക്കിയത്. അന്ന് പുറത്താക്കിയ അതേ രാജ്യത്തെയാണ് ഇന്ന് ചുവന്ന പരവതാനി വിരിച്ച് ട്രംപ് തിരികെ വിളിക്കുന്നത്. ഈ നീക്കത്തിനെതിരെ ഏറ്റവും വലിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. തുർക്കിക്ക് F-35 നൽകുന്നത് പശ്ചിമേഷ്യയിലെ അധികാര സന്തുലിതാവസ്ഥയെ തകർക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ വ്യോമ മേധാവിത്വവും അമേരിക്കയുടെ പിന്തുണയുമാണ് മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന്റെ അടിസ്ഥാനമെന്ന് നെതന്യാഹു ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ വ്യോമസേനയുടെ നട്ടെല്ല് തന്നെ ഈ F-35 F-16 പോർവിമാനങ്ങളാണ്. അവിടെയാണ് തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള ഒരു രാജ്യത്തിന് അമേരിക്ക ഇതേ ആയുധങ്ങൾ കൈമാറാൻ ഒരുങ്ങുന്നത്. കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ പാകിസ്ഥാന് വേണ്ടി രാജ്യാന്തര വേദിയിൽ നിരന്തരം സംസാരിക്കുന്ന എർദോഗാന്റെ കൈകളിലേക്ക് അമേരിക്കൻ പോർവിമാനങ്ങൾ എത്തുമ്പോൾ അത് കേവലം ഒരു ആയുധ കച്ചവടമായി കാണാൻ ഇന്ത്യക്കും കഴിയില്ല. ഇസ്രായേലിനെ പോലുള്ള വിശ്വസ്തരായിട്ടുള്ള സഖ്യകക്ഷികളുടെ സുരക്ഷാ ആശങ്കകളെ കാറ്റിൽ പറത്തുന്ന ഈ നടപടി അമേരിക്കയുടെ സ്വന്തം വിശ്വസ്തതയാണ് ചോദ്യം ചെയ്തത്. വാണിജ്യ താല്പര്യങ്ങൾക്ക് മുന്നിൽ തന്ത്രപരമായിട്ടുള്ള സുരക്ഷയെ ട്രംപ് അടിയറവ് വയ്ക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ജാഗ്രത ഒന്നുകൂടി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.